മലയോരത്തിൻ്റെ മണ്ണിൽ പ്രതിഷേധത്തിൻ്റെ തീ കത്തിച്ച ഒരു പേരാണ് കാവുമ്പായി സമരക്കുന്ന്. കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ഉയർന്ന ശബ്ദങ്ങൾ ഇന്നും ആ കുന്നിൽ കാറ്റായി മുഴങ്ങുന്നുവെന്നും തോന്നിക്കും. ഭരണകൂട അനീതിക്കും ഭൂമി ഉടമസ്ഥാവകാശ പ്രശ്നങ്ങൾക്കുമെതിരെ ജനങ്ങൾ ഒരുമിച്ചു നിന്ന പോരാട്ട ഭൂമിയായി കാവുമ്പായി ചരിത്രത്തിലിടം നേടി. ഒരു പ്രദേശത്തിൻ്റെ മാത്രം കഥയല്ല, അത് അധ്വാനിക്കുന്ന മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ അടയാളമാണ്. സമരത്തിൻ്റെ ചൂട് നിറഞ്ഞ ആ ദിനങ്ങൾ നിരവധി കുടുംബങ്ങളുടെ കണ്ണീരും പ്രതീക്ഷകളും ചേർന്നൊരുക്കിയ ചരിത്രമായി മാറി. ഓരോ ചുവടിലും പ്രതിഷേധത്തിൻ്റെ പാതയും ഓരോ കല്ലിലും പോരാട്ടത്തിൻ്റെ ഓർമ്മയും ഇന്നും അവിടെ ജീവിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് കാവുമ്പായി സമരക്കുന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങളുടെ ഐക്യവും ധൈര്യവും എത്ര പ്രധാനമാണെന്ന് പറഞ്ഞു തരുന്ന ജീവിച്ചിരിക്കുന്ന ചരിത്രപാഠം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിനാടുവാഴിത്തത്തിനുമെതിരെ വടക്കൻ മലബാറിലെ കർഷക ജനത നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ ചരിത്രമാണ് കാവുമ്പായി കർഷക സമരം. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന ഈ അധ്യായം നടന്നത് 1946 ഡിസംബർ 30-നാണ്. കരിവെള്ളൂരിന് പിന്നാലെ കാവുമ്പായി സമരക്കുന്നിൽ കർഷകർക്ക് വെടിയേൽക്കുകയും ജീവൻ ബലിയർപ്പിച്ച് അവർ വീഴുമ്പോഴും ജന്മിത്വത്തിനെതിരായ മുദ്രാവാക്യങ്ങളാണ് വാനിൽ മുഴങ്ങിയത്. പി കുമാരൻ, പുളൂക്കൽ കുഞ്ഞിരാമൻ, മഞ്ഞേരി ഗോവിന്ദൻ, ആലാറമ്മൻകണ്ടി കൃഷ്ണൻ, തെങ്ങിൽ അപ്പൻ നമ്പ്യാർ എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണയാണ് കാവുമ്പായി സമരക്കുന്ന്. ഉത്തര മലബാറിൽ കൃഷിഭൂമിക്ക് വേണ്ടി നടന്ന രക്തരൂഷിത സമരങ്ങളിലൊന്നാണ് കാവുമ്പായി സമരം. ജന്മിയുടെ അനുമതിയില്ലാതെ കുന്നുകളിലെ കാട് വെട്ടിത്തെളിച്ച് പുനംകൃഷി നടത്തിയായിരുന്നു സമരങ്ങളുടെ തുടക്കം. 1946 നവംബർ മാസത്തോടെയാണ് സമരം രൂക്ഷമായത്. സമരക്കാരെ അടിച്ചമർത്താൻ ജന്മിക്ക് വേണ്ടി ഇറങ്ങിയത് മലബാർ സ്പെഷ്യൽ പോലീസായിരുന്നു. പ്രത്യേക ക്യാമ്പുകൾ തുറന്നാണ് പോലീസ് സംഘം ഇരിക്കൂർ ഫർക്കയിലെ 10 വില്ലേജുകളിൽ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചത്. ഇതിനെ എതിർത്ത് 500ഓളം കർഷകർ സായുധരായി കാവുമ്പായി കുന്നിൽ സംഘടിച്ചു. ഈ വിവരം ഒറ്റുകാർ വഴി MSPക്കാർ അറിഞ്ഞു. ഡിസംബർ 30-ന് രാവിലെ കാവുമ്പായി കുന്നു വളഞ്ഞ പോലീസ് സമരക്കാർക്ക് നേരെ വെടിയുതിർത്തു. സമരക്കാരായ പുളൂക്കൽ കുഞ്ഞിരാമൻ, പി കുമാരൻ, മഞ്ഞേരി ഗോവിന്ദൻ എന്നിവർ തൽക്ഷണം മരിച്ചു. ആലാറമ്മൻകണ്ടി കൃഷ്ണനെയും തെങ്ങിൽ അപ്പൻ നമ്പ്യാരെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിരവധി പേർ ജയിലിലായി. അനീതിക്കെതിരെ തലകുനിയാതെ നിന്ന ജനങ്ങളുടെ ധൈര്യമാണ് ഇവിടെ എഴുതപ്പെട്ടത്. ഓരോ സമരവും ഒരു ജനതയുടെ ജീവൻ ആവശ്യങ്ങൾക്കായിരുന്നുവെന്നും അത് അവരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ഒരിക്കലും വെറുതെയാകില്ല എന്നും സന്ദേശമാണ് കാവുമ്പായി ഇന്നും നൽകുന്നത്. കാവുമ്പായിലെ കർഷക ജനത ഒഴുക്കിയ ചോര പാഴായില്ല. അത് വടക്കൻ മലബാറിലെ ജന്മിത്വത്തിന്റെ വേരറുക്കാനും പിൽക്കാല കേരളത്തിലെ ശക്തമായ കർഷക ഭൂപരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറയിടാനും കാരണമായി. വർഷങ്ങൾ പിന്നിടുമ്പോഴും കാവുമ്പായിലെ സമരവീര്യം വടക്കൻ മലബാറിന്റെ ചരിത്രത്തിൽ കനലായി ജ്വലിച്ചു നിൽക്കുകയാണ്. കാലം കറന്നുപോയിട്ടും സമരക്കുന്നിൻ്റെ ഓർമ്മകൾ മങ്ങിയിട്ടില്ല. പുതിയ തലമുറയ്ക്ക് അത് വെറുമൊരു സ്ഥലം മാത്രമല്ല, അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യരുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമാണ്. കാവുമ്പായി ഇന്നും പോരാട്ടത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു ജീവനുള്ള ഓർമ്മയായി തുടരുന്നു. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.